എല്ലാവർക്കും നമസ്കാരം. 2026 ജൂലൈ 5 മുതൽ ജൂലൈ 11 വരെയുള്ള ആഴ്ചയിലെ വാരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓരോ നക്ഷത്രങ്ങളിലും ജനിച്ചവരുടെ ഫലം ഇവിടെ പറയുന്നു. അശ്വതി നക്ഷത്രം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പ്രതീക്ഷിച്ചിരുന്ന ധനം വന്നു ചേരാൻ ഇടയുണ്ട്. സഹോദരങ്ങളുമായുള്ള ശത്രുത കുറയാനും കൂടിച്ചേരലിനും സാധ്യത. ശത്രുക്കളെ കൊണ്ട് ശല്യം ഉണ്ടായേക്കാം. യാത്രകൾ ഗുണകരമാവില്ല. അമിത ചിലവുകൾ ഉണ്ടായേക്കാം. ഭരണി നക്ഷത്രം. ബന്ധുക്കളുടെ ആഗമനവും ശുഭകാര്യങ്ങളുടെ തീരുമാനങ്ങളും ഉണ്ടായേക്കാം. ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രയത്നിക്കും. പ്രവർത്തന മേഖലയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കേണ്ട. നല്ല ഭക്ഷണമോ സത്കാരമോ അനുഭവിക്കാൻ യോഗമുണ്ട്. കാർത്തിക നക്ഷത്രം. ആരോഗ്യപരമായി ഒരു സുഖമില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. ബന്ധുക്കളുടെ ദുഃഖവാർത്തകൾ കേൾക്കാൻ ഇടവന്നേക്കാം. കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മന്ദത അനുഭവപ്പെടും. സ്ഥലം മാറ്റമോ ജോലി മാറ്റമോ സംഭവിക്കാം. രോഹിണി നക്ഷത്രം. ധനപരമായി ഗുണകാലമാണ്. പൊതുവേദികളിൽ വാക്കുകൾ ശ്രദ്ധേയമാകും. സർക്കാർ ജോലിയോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഗുണകരമായ കാലമാണ്. പ്രതീക്ഷിക്കാതെ ഉപഹാരങ്ങളോ വസ്ത്രങ്ങളോ ലഭിക്കാനിടയുണ്ട്. മകീര്യം നക്ഷത്രം. ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു. ശത്രുക്കളെ അതിജീവിക്കും. വാക്കുകൾ കൊണ്ട് ബന്ധുജന വിരോധം ഉണ്ടാകാതെ നോക്കണം. വസ്തുവകകൾ കൈമോശം സംഭവിക്കാതെയും ശ്രദ്ധിക്കണം. തിരുവാതിര നക്ഷത്രം. ധാരാളമായി യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. വേണ്ടപ്പെട്ടവരുമായി കലഹം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കണം. വാരത്തിൻ്റെ ആദ്യഭാഗത്ത് കാര്യങ്ങൾക്ക് ചെറിയ വിഘ്നങ്ങൾ ഉണ്ടായേക്കാം. പണച്ചിലവ് അനിയന്ത്രിതമാകും. ശത്രുക്കൾ മിത്രങ്ങളായി ഭവിച്ചേക്കാം. വസ്തുവകകൾ സമ്മാനമായോ മറ്റോ ലഭിക്കാം. കുടുംബജീവിതത്തിൽ സൗഖ്യം അനുഭവിക്കും. പുണർദം നക്ഷത്രം. രോഗങ്ങളെക്കൊണ്ട് ഉപദ്രവം ഉണ്ടായേക്കാം. ശത്രുക്കൾ മുഖാന്തിരം നഷ്ടം സംഭവിക്കാം. ഓർമ്മക്കുറവ് മൂലം വിലപ്പെട്ട വസ്തുക്കൾ കൈമോശം വരാതെ ശ്രദ്ധിക്കണം. പോലീസ് കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൂയം നക്ഷത്രം. അഗ്നി മൂലം വ്രണങ്ങളോ മുറിവോ സംഭവിക്കാനിടയുണ്ട്. കാര്യതടസ്സം അനുഭവപ്പെട്ടേക്കാം. കേസുകളുമായി ബന്ധപ്പെട്ട് തടങ്കലിൽ കഴിയേണ്ടതായി ചിലപ്പോൾ വന്നേക്കാം. വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ഭയം അനുഭവപ്പെടും. ജലജന്യങ്ങളായ രോഗങ്ങൾ അലട്ടിയേക്കാം. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ആയില്യം നക്ഷത്രം. ആഴ്ചയുടെ ആരംഭത്തിൽ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉന്നതരിൽ നിന്നും പ്രശംസയും കീർത്തിയും വർദ്ധിക്കാം. അസൂയാലുക്കളാൽ ഉപദ്രവങ്ങൾ ഉണ്ടാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. മകം നക്ഷത്രം. യാത്രകൾ ക്ലേശകരമായിരിക്കും. മനോദുഃഖങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ നിന്നും ആശ്വാസം കിട്ടിയേക്കാം. പരസഹായം കൊണ്ട് കാര്യങ്ങളിൽ വിജയം വരിക്കും. അവിചാരിതമായി ധനം വന്നു ചേരാൻ ഇടയുണ്ട്. വാരാന്ത്യം മനസുഖം വന്നു ചേരും. പൂരം നക്ഷത്രം. കുടുംബജീവിതത്തിൽ സന്തോഷവും അവസ്മരണീയ മുഹൂർത്തങ്ങളും വന്നു ചേരും. യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാനുള്ള യോഗം കാണുന്നു. സുഖം കിട്ടും. ബന്ധുക്കളിൽ നിന്നും സഹായവും പ്രതീക്ഷിക്കാം. ഉത്രം നക്ഷത്രം. ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാം. യാത്രകൾ ഗുണപ്രദമാകും. വീട്ടുപകരണങ്ങളും മറ്റും വാങ്ങാൻ ശ്രമിക്കും. ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയും. കുടുംബത്തിൽ മനസ്സുഖം ഉണ്ടാകും. ഇഷ്ടഭക്ഷണങ്ങൾ കഴിക്കാൻ യോഗമുണ്ട്. അത്തം നക്ഷത്രം. ചിരകാല സ്വപ്നങ്ങൾ സഫലമാകും. ദൂരയാത്രകൾ പോകുവാനിടവരും. സമ്മാനങ്ങളോ പുതുവസ്ത്രങ്ങളോ ലഭിക്കാനിടയുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങൾ നേരത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. കുടുംബസുഖം അനുഭവിക്കും. സത്കാരങ്ങളിൽ പങ്കെടുത്തേക്കാം.
ചിത്തിര നക്ഷത്രം. വാദസംബന്ധമായ രോഗങ്ങൾ അലട്ടും. ജോലിയിൽ നിന്നും വിട്ടുനിൽക്കും. വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നേക്കാം. അതുമൂലം അപ്രീതിക്കും പാത്രീഭവിക്കാം. ചോതി നക്ഷത്രം. യാത്രകൾ ക്ലേശകരമാകും. രോഗങ്ങൾ പിടിപെടാതെ സൂക്ഷിക്കണം. അസൂയാലുക്കളാൽ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. സത്കാരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഭക്ഷണങ്ങൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. കുടുംബാംഗങ്ങളുടെ സഹായം ഉണ്ടാവും. വിശാഖം നക്ഷത്രം. വാരത്തിൻ്റെ ആദ്യ ഭാഗം യാത്രാ തടസ്സങ്ങളും മറ്റും ഉണ്ടായേക്കാം. വാരമധ്യത്തിൽ ഗുണകരമായ അനുഭവം ഉണ്ടാകും. ഔഷധങ്ങൾ സേവിക്കാൻ ഇടവരും. പൊതുസദസ്സുകളിൽ പൊതുവെ അംഗീകരിക്കപ്പെടും. പരീക്ഷകൾ എഴുതിയവർ വിജയം വരിക്കും. സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. അനിഴം നക്ഷത്രം. രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കണം. ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. യാത്രകൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിന് വിഘ്നങ്ങൾ നേരിട്ടേക്കാം. സ്വസാമർഥ്യം കൊണ്ട് ചില വിഷയങ്ങളിൽ വിജയം കൈപ്പിടിയിലൊതുക്കും. തൃക്കേട്ട നക്ഷത്രം. പൂർവിക ധനം വന്നുചേരാൻ യോഗം കാണുന്നു. ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ പാഴാക്കരുത്. പുത്രന്മാരുടെ രോഗത്തിന് ശമനമുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥത ലഭിക്കും. മൂലം നക്ഷത്രം. വേണ്ടപ്പെട്ടവരുമായി കലഹത്തിനിടവരാതെ നോക്കണം. പോലീസ് കോടതി വ്യവഹാരങ്ങളിൽ പരാജയം സംഭവിക്കാം. ഒഴിവാക്കാൻ പറ്റാത്ത കഠിന യാത്രകൾ പോകേണ്ടതായി വന്നേക്കാം. രോഗാദി ഉപദ്രവങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. ധനസ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടേക്കാം. പൂരാടം നക്ഷത്രം. പൊതുവെ നല്ല സമയം അല്ല. രോഗങ്ങൾ കലശലാകാതെ നോക്കണം. യാത്രകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വന്നുചേരും. പല കാര്യങ്ങളിലും ചെയ്തു തീർക്കാനാവാത്ത സ്തംഭനാവസ്ഥ ഉണ്ടായേക്കാം. വാക്കുകൾ കൊണ്ട് കലഹം ക്ഷണിച്ചു വരുത്തരുത്. ഉത്രാടം നക്ഷത്രം. വാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് കർമ്മതടസ്സം കാണുന്നു. വാരത്തിൻ്റെ മധ്യഭാഗം മുതൽ സാമാന്യം മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഭയം ജനിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാനിടവരും. പ്രവൃത്തി മണ്ഡലത്തിൽ പ്രശംസയ്ക്ക് പാത്രീഭവിക്കാം. ജോലിയിൽ ആഗ്രഹിച്ചിരുന്ന സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം. ബുദ്ധിസാമർഥ്യം തെളിയിക്കാൻ അവസരമുണ്ടാകും. തിരുവോണം നക്ഷത്രം. കാര്യസിദ്ധിക്ക് യോഗം കാണുന്നു. വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഐക്യം രൂപപ്പെടും. നഷ്ടപ്പെട്ടതായി കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകും. അവിട്ടം നക്ഷത്രം. പൊതുവേദികളിൽ വച്ച് അപമാനിതരാകാതെ ശ്രദ്ധിക്കണം. കാത്തു സൂക്ഷിച്ചിരുന്ന വസ്തുവകകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കും. ശത്രുക്കളെക്കുറിച്ച് ആലോചിച്ച് ആക്രമണഭീതി ഉണ്ടാകാം. കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അനുഭവപ്പെടാം. ചതയം നക്ഷത്രം. ധനപരമായി മെച്ചമുണ്ടാകുമെങ്കിലും ആത്മാഭിമാനം വ്രണപ്പെടുന്ന സന്ദർഭങ്ങൾ കരുതിയിരിക്കണം. കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടാം. കർമ്മങ്ങൾക്ക് ചെറിയ വിഘ്നം സംഭവിക്കാം. വേണ്ടപ്പെട്ടവരുമായി കലഹത്തിന് ഇടവരും. പൂരുരുട്ടാതി നക്ഷത്രം. വിശിഷ്ട ഭക്ഷണത്തിന് യോഗം കാണുന്നു. കുടുംബത്തിൽ മനസ്സമാധാനം കുറയും. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ മനക്ലേശം അനുഭവിക്കേണ്ടതായി വന്നേക്കാം. കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും അപകീർത്തിപരമായ പരാമർശങ്ങൾ കേൾക്കാൻ ഇടവരും. ഉത്രട്ടാതി നക്ഷത്രം. സാമ്പത്തികമായി വരുമാനം പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് കിട്ടിയേക്കാം. സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യം വന്നുചേരും. പുതിയ ഗൃഹാരംഭത്തെപ്പറ്റി ആലോചിക്കും. കുട്ടികളെ സംബന്ധിച്ച നല്ല വാർത്തകൾ കേൾക്കാനിടവരും. രേവതി നക്ഷത്രം. വാരത്തിൻ്റെ ആദ്യ ഭാഗം വിപരീത ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും വാരമധ്യത്തോടെ കാര്യങ്ങൾ നല്ല നിലയിലേക്ക് മാറിയേക്കാം. കുടുംബാംഗങ്ങൾക്ക് അഭിവൃദ്ധിയും ശുഭകാര്യ സാധ്യതയും കാണുന്നു. മൃഗങ്ങൾ മുഖാന്തരമോ മറ്റോ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ അതിഥികൾ വീട്ടിൽ എത്തിച്ചേരാൻ സാധ്യത കാണുന്നു.